ഇന്ന് നമ്മൾ SCT അതായത് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഡ്യുവൽ സിഗ്നേച്ചർ. നമ്മളിതിനു മുമ്പ് SCT എന്താണെന്ന് പറഞ്ഞു, അതിൽ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്ന് പറഞ്ഞു. കാർഡ് ഹോൾഡർ ഉണ്ട്, മർച്ചൻ്റ് ഉണ്ട്, പിന്നെ അവർക്ക് രണ്ടുപേർക്കും ലിങ്കിങ് ഉള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒന്ന് ഇഷ്യൂറും ഒന്ന് അക്യൂററും, പിന്നെ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉണ്ട്, പിന്നെ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് അത് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അതോറിറ്റിയുണ്ട്. അപ്പോൾ ഡ്യുവൽ സിഗ്നേച്ചറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് റെസിപ്പിയൻസിന് ഇൻറ്റൻറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജുകളെ ലിങ്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കസ്റ്റമർ ഇപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു. ഓർഡർ ചെയ്ത് കഴിഞ്ഞ് അയാൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അയാൾക്ക് ഓർഡർ ഇൻഫർമേഷൻ മർച്ചൻറ്റിന് അയച്ചു കൊടുക്കണം, അതുപോലെ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ബാങ്കിനാണ് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് മർച്ചൻറ്റ് വഴിയാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോകുന്നതെങ്കിലും മർച്ചൻറ്റിന് ആ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ റീഡബിൾ ആവാൻ പാടില്ല. സോ മർച്ചൻറ്റ് ഡസ് നോട്ട് നീഡ് ടു നോ ദ കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് കാർഡ് നമ്പർ. അതുപോലെ തന്നെ ബാങ്കിന് ഓർഡർ ഡീറ്റെയിൽസ് അറിയേണ്ട കാര്യമില്ല. അപ്പോൾ കസ്റ്റമർ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു, അപ്പോൾ അത് കഴിഞ്ഞ് അയാൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷനാണ് ഓർഡർ ഇൻഫർമേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഓർഡർ ഇൻഫർമേഷനിൽ ഉണ്ടാവുക. അത് ആൾ മർച്ചൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയക്കുന്നത്. അപ്പോൾ അത് മർച്ചൻറ്റിൻ്റെ കയ്യിൽ കിട്ടിയാൽ മതി, അത് ബാങ്കിൻ്റെ കയ്യിൽ കിട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ബാങ്കുകാർക്ക് കസ്റ്റമറിൻ്റെ ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ട ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെ മർച്ചൻറ്റിന് അയക്കുന്ന സെക്കൻഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ PA, അതായത് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ. ആ പേയ്മെൻറ്റ് ഇൻഫർമേഷനിലെ ഡീറ്റെയിൽസ് മർച്ചൻ്റ് അറിയേണ്ട കാര്യമില്ല. ആര് മാത്രം അറിഞ്ഞാൽ മതി? ഈ പേയ്മെൻറ്റ് മാനേജ് ചെയ്യുന്ന ബാങ്കുകാർ മാത്രം അറിഞ്ഞാൽ മതി. സോ മർച്ചൻറ്റ് ഡസ് നോട്ട് നീഡ് ടു നോ ദ കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് കാർഡ് നമ്പർ. അപ്പോൾ ഓർഡർ ഇൻഫർമേഷനും ഉണ്ട്, പേയ്മെൻറ്റ് ഇൻഫർമേഷനും ഉണ്ട്. അപ്പോൾ ഓർഡർ ഇൻഫർമേഷൻ മർച്ചൻറ്റ് മാത്രം അറിയുക, അതുപോലെ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ബാങ്ക് മാത്രം അറിയാം. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇവിടെ ഈ ഒരു ഡ്യുവൽ സിഗ്നേച്ചറിൻ്റെ പർപ്പസ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഓർഡർ ഇൻഫർമേഷനും പേയ്മെൻറ്റ് ഇൻഫർമേഷനും ഒന്നിച്ചാണ് നമ്മൾ ഒരാൾക്കാണ് അയക്കുന്നതെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമേ അത് റീഡബിൾ ആവുന്നുള്ളൂ. അപ്പോൾ ഓർഡർ ഇൻഫർമേഷൻ മർച്ചൻറ്റിന് റീഡബിൾ ആയിരിക്കും, അതുപോലെ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ബാങ്കിന് മാത്രമേ റീഡബിൾ ആവുള്ളൂ. സോ കസ്റ്റമർ ഈസ് ഓഫേർഡ് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഇൻ ടേംസ് ഓഫ് പ്രൈവസി. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത് കൊണ്ട് ആൾക്ക് അഡീഷണൽ സെക്യൂരിറ്റിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ നമുക്കിത് രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്തേ പറ്റുള്ളൂ. ലിങ്കിങ്ങിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സ് വരികയാണെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ ഈ പർട്ടിക്കുലർ ഓർഡറിൻ്റെ പേയ്മെൻ്റ് ആണ് ഇത് എന്നുള്ളത് അത് രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യാൻ പറ്റണം. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ നാളെ വേറെ ഇപ്പോൾ കസ്റ്റമറിന് ചെയ്യാൻ പറ്റില്ല, മർച്ചൻറ്റിന് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ആൾക്ക് വേറൊരു ഓർഡർ ഫേക്കായിട്ട് ജനറേറ്റ് ചെയ്തിട്ട് ഈ ഓർഡറിൻ്റെ കറസ്പോണ്ടിങ് ആണ് ആ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്ക് വേണമെങ്കിൽ അവിടെ ഫ്രോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഓർഡർ ഇൻഫർമേഷനും അതിന് കറസ്പോണ്ടിങ് പേയ്മെൻറ്റ് ഇൻഫർമേഷനും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ലിങ്ക് ചെയ്യണം. അപ്പോൾ കസ്റ്റമറിന് ഈ പേയ്മെൻറ്റ് ഈ പർട്ടിക്കുലർ ഓർഡറിന് വേണ്ടി തന്നെയാണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് അത്യാവശ്യമായിട്ടും ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഈ ലിങ്കിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്യുവൽ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡ്യുവൽ സിഗ്നേച്ചറിൻ്റെ പർപ്പസ് നമ്മളുടെ ഓർഡർ ഇൻഫർമേഷനെയും പേയ്മെൻറ്റ് ഇൻഫർമേഷനെയും തമ്മിൽ ലിങ്ക് ചെയ്യാം. അപ്പോൾ രണ്ട് പേർക്കാണ് പോകുന്നതെങ്കിലും രണ്ടുപേരാണ് റീഡ് ചെയ്യേണ്ടതെങ്കിലും അവർ തമ്മിലൊരു ലിങ്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്യുവൽ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർ മർച്ചൻറ്റിന് 2 മെസ്സേജ് അയച്ചു, ഒരു സൈൻ ചെയ്തിട്ട് ഓർഡർ ഇൻഫർമേഷനും അയച്ചു, സൈൻ ചെയ്തൊരു പേയ്മെൻറ്റ് ഇൻഫർമേഷനും അയച്ചു. ഇനി മർച്ചൻറ്റ് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ എന്ത് ചെയ്യും? നേരെ ബാങ്കിനായിരിക്കും എടുത്ത് ഫോർവേഡ് ചെയ്യുക. ഇനി ഇപ്പോൾ മർച്ചൻറ്റിന് ഇയാളുടെ വേറൊരു ഓർഡർ കൊണ്ട് കിട്ടുകയാണെങ്കിൽ വേറൊരു ഓർഡർ ആൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മർച്ചൻറ്റിന് ക്യാൻ ക്ലെയിം ദാറ്റ് ആ പർട്ടിക്കുലർ കൊടുത്ത PAയും ഈ ഓർഡർ ഇൻഫർമേഷൻ തമ്മിലാണ് ലിങ്കിങ്ങിന് വേണം ആൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഫ്രോഡൊക്കെ ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഓർഡറും അതിൻ്റെ കറസ്പോണ്ടിങ് പേയ്മെൻറ്റും ഈ 2 ഇൻഫർമേഷൻ തമ്മിലൊരു ലിങ്കിങ് ഉണ്ടാവണം. അപ്പോൾ ആ ലിങ്കിങ് ആർക്കും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്യുവൽ സിഗ്നേച്ചറിലൂടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ നോക്കുന്ന ഡ്യുവൽ സിഗ്നേച്ചർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. പ്രോസസ്സ് ഓൾമോസ്റ്റ് സിമ്പിളാണ്. ഇത് അപ്പോൾ നമ്മളെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുകയും ചെയ്യും ഈ SCTയിലെ ഡ്യുവൽ സിഗ്നേച്ചർ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ളത്. അപ്പോൾ നമ്മളിൽ 2 മെസ്സേജസ് ആണുള്ളത്. ഒന്ന് ഓർഡർ ഇൻഫർമേഷൻ, അതാണ് OI. സെക്കൻഡ് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ, അതാണ് PA. അപ്പോൾ കസ്റ്റമർ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഹാഷ് എടുക്കുക, സെപ്പറേറ്റ് ആയിട്ട് ഹാഷ് എടുക്കുക. ഹാഷ് ഓഫ് PA ആൻഡ് ഹാഷ് ഓഫ് OI. നമ്മുടെ ഹാഷായിട്ട് അൽഗോരിതം യൂസ് ചെയ്യുന്ന SHA-1 അൽഗോരിതമാണ്. എന്നിട്ട് ഈ 2 ഹാഷിനെയും കൂടെ എന്ത് ചെയ്തു? കോൺകാറ്റനേറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഹാഷ് ഓഫ് PA ദെൻ ഹാഷ് ഓഫ് OI, ഇത് രണ്ടും കൂടി കോൺകാറ്റനേറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഈ എൻ്റെ റിസൾട്ടിൻ്റെ ഹാഷ് ഒന്നുകൂടി കമ്പ്യൂട്ട് ചെയ്യുക. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ കമ്പ്യൂട്ട് ചെയ്ത ഫൈനൽ ഹാഷിനെ എൻക്രിപ്റ്റ് ചെയ്യുക യൂസിങ് ദ പ്രൈവറ്റ് സിഗ്നേച്ചർ കീ ഓഫ് ദ കസ്റ്റമർ. അപ്പോൾ അയക്കുന്ന ആരാകുമ്പോൾ കസ്റ്റമറാണ്. അപ്പോൾ ആൾ
ഈ രണ്ട് ഹാഷിനെയും കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി ഹാഷ് എടുത്തു, എന്നിട്ട് അതിനെ ആൾ സൈൻ ചെയ്തു അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്തു. എങ്ങനെ ഉപയോഗിച്ച്? ആളുടെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ട് അയാൾ സൈൻ ചെയ്തു. അപ്പോൾ അതാണ് ഈ കാണിച്ചേക്കുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഹാഷ് ഓഫ് PI കമ്പ്യൂട്ട് ചെയ്യുക, പിന്നെ ഹാഷ് ഓഫ് OI കമ്പ്യൂട്ട് ചെയ്യുക, എന്നിട്ട് രണ്ടിനെയും കൂടി കോൺകാറ്റിനേറ്റ് ചെയ്യുക. കോൺകാറ്റിനേഷൻ കഴിഞ്ഞ് അഗെയിൻ അതിന് കംപ്ലീറ്റ്ലി എന്തെടുത്തു? ആ എൻ്റെ റിസൾട്ടിന് ഒന്നുകൂടി ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു, എന്നിട്ട് അതിനെ സൈൻ ചെയ്തു. സൈൻ ചെയ്യുമ്പോൾ നോർമലി സൈനറിൻ്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചായിരിക്കും സൈൻ ചെയ്യേണ്ടത്. നമ്മൾ അയക്കുന്ന കസ്റ്റമറാണ്, അപ്പോൾ കസ്റ്റമർ സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ട് അതിനെ സൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡ്യുവൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഇതേ സ്റ്റെപ്സ് ഒരു ഫിഗറായിട്ട് കാണിച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ, നമ്മളുടെ ഓർഡർ ഇൻഫർമേഷൻ, രണ്ടിനും എന്ത് ആദ്യം കമ്പ്യൂട്ട് ചെയ്യുക? അതിൻ്റെ കറസ്പോണ്ടിങ് ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു. അപ്പോൾ കിട്ടുന്നതാണ് PIMD എന്ന് പറഞ്ഞാൽ PIയുടെ ഹാഷ് അല്ലെങ്കിൽ PIയുടെ മെസ്സേജ് ഡൈജസ്റ്റ്, അതാണ് PIMD. ഇനി അതുപോലെ ഓർഡർ ഇൻഫർമേഷനും SHA-1 കമ്പ്യൂട്ട് ചെയ്തു. അപ്പോൾ കിട്ടിയതാണ് ഓർഡർ IDയുടെ മെസ്സേജ് ഡൈജസ്റ്റ് അല്ലെങ്കിൽ OIMD. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്തു? കോൺകാറ്റിനേറ്റ് ചെയ്തു. അതാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ PIMDയും OIMDയും കൂടി കോൺകാറ്റിനേറ്റ് ചെയ്തു. ഇപ്പോൾ രണ്ട് റിസൾട്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തു. കമ്പൈൻ ചെയ്തിട്ട് അതിന് വീണ്ടും നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? SHA-1 ഒന്നുകൂടി അപ്ലൈ ചെയ്ത് ഒരു ഫൈനൽ ഹാഷ് കൂടി കമ്പ്യൂട്ട് ചെയ്തു. അപ്പോൾ അതാണ് POMD. അപ്പോൾ പേയ്മെൻറ്റും ഉണ്ട്, ഓർഡറും ഉണ്ട്, രണ്ടിനും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള മെസ്സേജ് ഡൈജസ്റ്റ് വാല്യൂ ആണ് ഇപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ സൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് എൻക്രിപ്റ്റഡ് യൂസിങ് ദ പ്രൈവറ്റ് കീ ഓഫ് ദ കസ്റ്റമർ. അപ്പോൾ അയക്കുന്ന കസ്റ്റമറുടെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് അതിനെ സൈൻ ചെയ്ത് ജനറേറ്റ് ചെയ്യുന്നതാണ് ഡ്യുവൽ സിഗ്നേച്ചർ. സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് ഡ്യുവൽ സിഗ്നേച്ചർ. അപ്പോൾ പ്രോസസ് ഓൾമോസ്റ്റ് സിമ്പിളാണ്. അപ്പോൾ കസ്റ്റമർ അയക്കുന്ന രണ്ട് മെസ്സേജസ് ഉപയോഗിച്ചാണ് ഡ്യുവൽ സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഓർഡർ ഇൻഫർമേഷൻ, പിന്നെ ഒന്ന് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഹാഷ് കമ്പ്യൂട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് രണ്ടും കൂടി കോൺകാറ്റിനേറ്റ് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടി ഹാഷ് കമ്പ്യൂട്ട് ചെയ്യുക, ആൻഡ് ദെൻ എൻക്രിപ്റ്റ് ഇറ്റ് യൂസിങ് ദ പ്രൈവറ്റ് കീ ഓഫ് ദ സെൻഡർ അല്ലെങ്കിൽ സൈനർ. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യുന്ന കമ്പൗണ്ടാണ് ഡ്യുവൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്യുവൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് നമുക്ക് PIയും OIയും തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് ഈ ഒരു ഡ്യുവൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് വെരിഫിക്കേഷൻ പോസിബിൾ ആകുന്നതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മർച്ചൻറ്റിനും കിട്ടും, ബാങ്കിനും കിട്ടും. ശരിക്കും ഈ ഓർഡർ ഇൻഫർമേഷൻ മർച്ചൻറ്റിൻ്റെ കയ്യിലും പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ബാങ്കിൻ്റെ കയ്യിലുമാണ് കിട്ടേണ്ടത്. അപ്പോൾ അത് രണ്ടും അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി കിട്ടണം. അപ്പോൾ അതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഇനി മർച്ചൻറ്റിൻ്റെ കയ്യിൽ ഇപ്പോൾ ഡ്യുവൽ സിഗ്നേച്ചർ ആരുടെ കയ്യിലുണ്ടാവും? മർച്ചൻറ്റിൻ്റെ കയ്യിലും ഉണ്ടാവും, ബാങ്കിൻ്റെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ മർച്ചൻറ്റിൻ്റെ കയ്യിൽ ഡ്യുവൽ സിഗ്നേച്ചർ ഉണ്ട്, അതുപോലെ ഓർഡർ ഇൻഫർമേഷൻ ആളുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവണമല്ലോ. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളതിൻ്റെ ലിസ്റ്റ് അല്ല അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ, അതാണ് OI. ഇനി അതുപോലെ PI ആളുടെ കയ്യിൽ ഉണ്ടാവില്ല. PI എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഇൻഫർമേഷനാണ്. അപ്പോൾ അത് ആർക്കേ കിട്ടുള്ളൂ? നമുക്ക് ബാങ്കിനെ കിട്ടുള്ളൂ. അപ്പോൾ PIയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൈജസ്റ്റ് വാല്യൂ മാത്രമേ മർച്ചൻറ്റിൻ്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഇനി അതുപോലെ മർച്ചൻറ്റിന് മുമ്പ് നമ്മൾ കസ്റ്റമർ ആൾ സ്വയം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആളെന്താ അയച്ചു കൊടുക്കും? കസ്റ്റമറിൻ്റെ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കും. ആ സർട്ടിഫിക്കറ്റിൽ ആളുടെ പബ്ലിക് കീ ഉണ്ടാവും. അപ്പോൾ അതും മർച്ചൻറ്റിൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ മർച്ചൻറ്റിൻ്റെ കയ്യിൽ 4 കമ്പോണൻസ് ആണ് ഉള്ളത്. ഒന്ന് ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത ഡ്യുവൽ സിഗ്നേച്ചർ ഉണ്ട്, പിന്നെ ഓർഡർ ഇൻഫർമേഷൻ ഉണ്ട്, പിന്നെ അതുപോലെ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ഇല്ല. പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ആരുടെ കയ്യിലേ ഉണ്ടാവുള്ളൂ? ബാങ്കിൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ മർച്ചൻറ്റിന് അത് റീഡബിൾ ആവില്ല. അപ്പോൾ ആളുടെ കയ്യിലുള്ളത് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ്റെ ഡൈജസ്റ്റ് വാല്യൂ PIMD ഉണ്ട്, അതുപോലെ കസ്റ്റമറിൻ്റെ പബ്ലിക് കീ ഉണ്ട്. അപ്പോൾ ഈ 4 കമ്പോണൻസ് മർച്ചൻറ്റിൻ്റെ കയ്യിലുണ്ട്. ഇനി ആൾക്ക് എന്ത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും? ഡ്യുവൽ സിഗ്നേച്ചർ ആളുടെ കയ്യിൽ കിട്ടി. ഈ ഡ്യുവൽ സിഗ്നേച്ചർ നമ്മൾ എന്തുപയോഗിച്ചായിരുന്നു എൻക്രിപ്റ്റ് ചെയ്തത്? കസ്റ്റമറിൻ്റെ പ്രൈവറ്റ് കീ. അപ്പോൾ കസ്റ്റമറിൻ്റെ പബ്ലിക് കീ ഇപ്പോൾ മർച്ചൻറ്റിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആൾക്കത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാം. ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ ആൾക്ക് എന്തൊക്കെയായിരിക്കും കിട്ടുക? ഈ ഒരു പോർഷനായിരിക്കും കിട്ടുക. എന്ന് വെച്ചാൽ ഹാഷ് ഓഫ് PIയും ഹാഷ് ഓഫ് OIയും കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ഹാഷ് എടുത്ത് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആയിരിക്കും ആൾക്ക് ഡീക്രിപ്ഷൻ കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു പോർഷനിൽ കാണിച്ചേക്കുന്നത്, ഈ ഡിക്രിപ്ഷൻ പോർഷൻ. അപ്പോൾ അത് ഫസ്റ്റ് കമ്പ്യൂട്ട് ചെയ്തു. ഇനി അത് കൂടാണ്ട് ആളുടെ കയ്യിൽ എന്തുണ്ട്? OI ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് ഹാഷ് ഓഫ് OI കമ്പ്യൂട്ട് ചെയ്യാം. ഇനി ഹാഷ് ഓഫ് PI കമ്പ്യൂട്ട് ചെയ്യേണ്ട ആ വാല്യൂ ഓൾറെഡി കയ്യിലുണ്ട്. PI കയ്യിലില്ല, അപ്പോൾ ഹാഷ് ഓഫ് PI കമ്പ്യൂട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ആളുടെ കയ്യിൽ PIMD ഉണ്ട്. അപ്പോൾ അതാണ് ഈ കാണിച്ചേക്കുന്ന പോർഷൻ. ദിസ് ഈസ് ഈക്വൽ ടു ഹാഷ് ഓഫ് PI. ഇനി അത് രണ്ടും കൂടി കോൺകാറ്റിനേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അയാൾ വീണ്ടും ഹാഷ് കമ്പ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കമ്പ്യൂട്ട് ചെയ്ത ഹാഷും ഈ ഡ്യുവൽ സിഗ്നേച്ചറിൽ നിന്ന് ഡീക്രിപ്റ്റ് ചെയ്തെടുത്ത ഹാഷ് വാല്യൂം കൂടി ഐഡൻറ്റിക്കൽ ആണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റീസ് ഈക്വൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ മെർച്ചൻറ്റ് ഹാസ് വെരിഫൈഡ് ദ സിഗ്നേച്ചർ. അപ്പോൾ ഡ്യുവൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് മെർച്ചൻറ്റിന് എങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ വെരിഫൈ ചെയ്യണമെങ്കിൽ ആളുടെ കയ്യിൽ എന്തുണ്ടാവണം? 4 കമ്പോണൻസ് ഉണ്ടാവണം. ഫസ്റ്റ് വേണ്ടത് ഡ്യുവൽ സിഗ്നേച്ചർ വേണം. സെക്കൻഡ് മെർച്ചൻറ്റിന് വേണ്ടതാണ് ഓർഡർ ഇൻഫർമേഷൻ. ഇനി പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ആളുടെ കയ്യിൽ കിട്ടില്ല, അതിന് പകരം ആളുടെ കയ്യിൽ എന്താ ഉണ്ടാവുള്ളൂ? അതിൻ്റെ ഡൈജസ്റ്റ് വാല്യൂ അല്ലെ PIMD ആളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഇനി അതുപോലെ തന്നെ മെർച്ചൻറ്റിൻ്റെ കയ്യിൽ കസ്റ്റമറിൻ്റെ പബ്ലിക് കീയും ഉണ്ടാവും. അത് കസ്റ്റമറിൻ്റെ സർട്ടിഫിക്കറ്റിൽ നിന്ന് ആർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 4 കമ്പോണൻസ് ഉപയോഗിച്ച്
ആദ്യം ഡ്യുവൽ സിഗ്നേച്ചറിനെ ഈ കറസ്പോണ്ടിങ് പബ്ലിക് കീ ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ ആ പ്രൈവറ്റ് കീ വെച്ചായിരുന്നു കസ്റ്റമർ സൈൻ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് കസ്റ്റമറിൻ്റെ പബ്ലിക് കീ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഈ സിഗ്നേച്ചർ ഡീക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ ഡീക്രിപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അയാൾക്ക് കിട്ടുന്നത് എന്തായിരിക്കണം? ആ ഹാഷ് ഓരോന്ന് കമ്പ്യൂട്ട് ചെയ്ത് കോൺകാറ്റിനേറ്റ് ചെയ്ത് വീണ്ടും ഹാഷ് എടുത്ത ആ വാല്യൂ ആയിരിക്കും അയാൾക്ക് ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി അതേ വാല്യൂ നമ്മൾ ഇവിടെ കമ്പ്യൂട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന പോർഷൻ. അപ്പോൾ ഈ പോർഷനിൽ എന്താ ചെയ്യുന്നത്? ആളുടെ കയ്യിൽ OI ഉണ്ട്. അപ്പോൾ അയാൾ ഹാഷ് ഓഫ് OI കമ്പ്യൂട്ട് ചെയ്തു. ഈ PIMD കമ്പ്യൂട്ട് ചെയ്യേണ്ട ആളുടെ കയ്യിലുണ്ട് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഹാഷ് ഓഫ് PI. അപ്പോൾ അതും ഹാഷ് ഓഫ് OIയും കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്തു. എന്നിട്ട് അഗെയിൻ ഒന്നുകൂടി ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു. ഇനി ഈ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ ഈ സെക്കൻഡ് പോർഷനിൽ നമ്മൾ ഡ്യുവൽ സിഗ്നേച്ചറിൽ നിന്ന് ഡീക്രിപ്റ്റ് ചെയ്തെടുത്തതും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ദ മെർച്ചൻറ്റ് ഹാസ് വെരിഫൈഡ് ദ സിഗ്നേച്ചർ. ഇത് മെർച്ചൻ്റെ സൈഡ് നമ്മൾ പറഞ്ഞത്. ഇതേപോലെ തന്നെ എന്ത് വരും? ബാങ്കിൻ്റെ സൈഡിലും വരും. സോ ബാങ്കിൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ഈ ഡ്യുവൽ സിഗ്നേച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെർച്ചൻ്റെ കയ്യിലും ഉണ്ടാകും, ബാങ്കിൻ്റെ കയ്യിലും ഉണ്ടാകും. ഇനി മെർച്ചൻ്റെ കയ്യിലുള്ളത് ഓർഡർ ഇൻഫർമേഷൻ ആണെങ്കിൽ ബാങ്കിൻ്റെ കയ്യിലുള്ള എന്തായിരിക്കണം? പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ആയിരിക്കും. ഇനി അതുപോലെ മെർച്ചൻ്റെ കയ്യിലുണ്ടായിരുന്ന PIMD ആയിരുന്നു എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ്റെ ഡൈജസ്റ്റ് ആളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ബാങ്കിൻ്റെ കയ്യിൽ ഓർഡർ ഇൻഫർമേഷൻ്റെ ഡൈജസ്റ്റ് ഉണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് OIMD. അപ്പോൾ OI മെർച്ചൻറ്റിൻ്റെ കയ്യിലും PI ബാങ്കിൻ്റെ കയ്യിലും. ഇനി അതുപോലെ കസ്റ്റമറിൻ്റെ പബ്ലിക് കീയും ആൾക്ക് കിട്ടും. എന്തുകൊണ്ടാണ്? ബാങ്കാണ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള തന്നെ ബാങ്ക് തന്നെയായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ആളുടെ സർട്ടിഫിക്കറ്റ്സ് ഉപയോഗിച്ച് കസ്റ്റമറിൻ്റെ പബ്ലിക് കീ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഈ 4 കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കിന് എന്ത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഡ്യുവൽ സിഗ്നേച്ചറിനെ ഡീക്രിപ്റ്റ് ചെയ്യുക യൂസിങ് ദ കസ്റ്റമേഴ്സ് പബ്ലിക് കീ. അപ്പോൾ ഡീക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആൾക്ക് എന്ത് കിട്ടും? നമ്മളുടെ ആ ഹാഷ് കമ്പൈൻ ചെയ്ത് കോൺകാറ്റിനേറ്റ് ചെയ്ത് എടുത്തിട്ട് ഹാഷ് കോൺകാറ്റിനേഷൻ കഴിഞ്ഞിട്ട് കമ്പ്യൂട്ട് ചെയ്ത ഹാഷ് വാല്യൂ കിട്ടും. ഇനി അതും ഈ കമ്പ്യൂട്ട് ചെയ്യുന്നതും കൂടിയാണ് ഐഡൻറ്റിക്കലാണോ നോക്കേണ്ടത്. ഇനി ഇത് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ആളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ഇത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ഹാഷ് ഓഫ് PI ആണ്. അപ്പോൾ ആളുടെ കയ്യിൽ PI ഉണ്ട്. PIയുടെ ഹാഷ് കമ്പ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് ഹാഷ് ഓഫ് PI. ഈ O എന്ന് പറയുന്നത് PI ആണ്. ഫസ്റ്റ് വൺ ഹാഷ് ഓഫ് PI കമ്പ്യൂട്ട് ചെയ്യുക. പിന്നെ OIMD ആളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഡൈജസ്റ്റ് ആയിട്ട് തന്നെ ആളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി കോൺകാറ്റിനേറ്റ് ചെയ്യുക. സോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഹാഷ് ഓഫ് OI അല്ല, ദാറ്റ് ഈസ് PI. അപ്പോൾ ഹാഷ് ഓഫ് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ചെയ്യുക. OIയുടെ ഡൈജസ്റ്റ് ആളുടെ കയ്യിലുണ്ട്. രണ്ടും കൂടി കോൺകാറ്റിനേറ്റ് ചെയ്തു. എന്നിട്ട് അഗെയിൻ ഒന്നുകൂടി അതിന് ഹാഷ് എടുക്കുക. അപ്പോൾ ഈ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ ഈ ഡീക്രിപ്റ്റ് ചെയ്തെടുത്ത ഡ്യുവൽ സിഗ്നേച്ചറിന് ഡീക്രിപ്റ്റ് ചെയ്ത് കിട്ടിയ വാല്യൂം ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ ബാങ്ക് ഹാസ് വെരിഫൈഡ് ദ സിഗ്നേച്ചർ. അപ്പോൾ ഡ്യുവൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് കസ്റ്റമറിനും മെർച്ചൻറ്റിനും ബാങ്കിനും വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡ്യുവൽ സിഗ്നേച്ചറിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തേർഡ് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നതാണ് മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ OIയും PIയും തമ്മിൽ ലിങ്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് 3 സമ്മറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. മെർച്ചൻറ്റിന് ആദ്യം എന്ത് കിട്ടി? ഓർഡർ ഇൻഫർമേഷൻ കിട്ടി. ആൾ ഈ ഡ്യുവൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് സിഗ്നേച്ചറിനെ വെരിഫൈ ചെയ്തു നോക്കി. അതുപോലെ ബാങ്കിന് എന്ത് കിട്ടി? പേയ്മെൻറ്റ് ഇൻഫർമേഷൻ കിട്ടി. ആളും സിഗ്നേച്ചർ വെരിഫൈ ചെയ്തു. ഇനി തേർഡ് സ്റ്റെപ്പിലാണ് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം ഓഫ് ഡ്യുവൽ സിഗ്നേച്ചർ, ദാറ്റ് ഈസ് customer has linked the order information and payment information and can prove the linkage. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തു. ഈ ലിങ്കിങ്ങിൻ്റെ ആവശ്യം വരുന്നത് ഇനിയിപ്പോൾ നാളെ ആരെങ്കിലും ഒരു ഫ്രോഡ് കാണിച്ച് വേറെ ഏതെങ്കിലും ഒരു മെസ്സേജിൻ്റെ അല്ല ഏതെങ്കിലും ഒരു ഓർഡറിൻ്റെ പേയ്മെൻറ്റ് ഇൻഫർമേഷനാണ് ഇതെന്നുള്ള ഒരു ഫ്രോഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡ്യുവൽ സിഗ്നേച്ചർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയതായിട്ടൊരു ഓർഡർ കാണിച്ചിട്ട് ഈ ഓർഡറിൻ്റെ പേയ്മെൻ്റ് ആണ് അതെന്ന് ക്ലെയിം ചെയ്താലും ആ ഓർഡറിൻ്റെ ഹാഷും നമ്മളുടെ ഡ്യുവൽ സിഗ്നേച്ചറിൽ ഉപയോഗിച്ച ഹാഷും തമ്മിൽ മാച്ച് ആവണം. അപ്പോൾ മാച്ച് ആവാണ്ട് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും അതില്ലെന്ന് അത് ഒറിജിനൽ അല്ല എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മെർച്ചൻറ്റിന് വേറൊരു OI ഈ ഒരു പർട്ടിക്കുലർ പേയ്മെൻറ്റ് ഇൻഫർമേഷനുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. സോ ഡ്യുവൽ സിഗ്നേച്ചറിൻ്റെ മെയിൻ പർപ്പസ് ഈസ് ടു ലിങ്ക് ദ ഓർഡർ ഇൻഫർമേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് പ്രൂവ് ആ ലിങ്കേജ് പ്രൂവ് ചെയ്യാം. അപ്പോൾ പക്ഷേ 2 മെസ്സേജിന് 2 പേരെ ഇൻറ്റൻറ്റ് ചെയ്ത് അയക്കുന്നതാണെങ്കിലും അത് തമ്മിൽ ലിങ്ക്ഡ് ആയിരിക്കണം. ലിങ്ക്ഡ് ആണെങ്കിൽ മാത്രമേ ഫർദർ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഫ്രോഡ്സിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ദ കൺസെപ്റ്റ് ഓഫ് ഡ്യുവൽ സിഗ്നേച്ചർ.